Just like animals, animals, like animals. ഈ ചിരി നിനക്ക് വേണ്ടി മാത്രമാ ബേബി ബെയർ. ഇന്നലെ വരെ ആരുമില്ലാത്തവനായിരുന്നു ഞാൻ. ഇപ്പോൾ എനിക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ഈ ലോകത്ത് നീയുണ്ട് എൻ്റെ അടുത്തായിട്ട്. നീ ഇങ്ങനെ എന്നോട് ഓരോന്ന് പറയുമ്പോഴും എന്നെ നോക്കുമ്പോഴും എനിക്കുണ്ടാകുന്ന സന്തോഷം അതെത്രയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഈ ലോകം കീഴടക്കിയ പോലെ എനിക്ക് അറിയാം. നിങ്ങൾക്കെന്നെ ഒത്തിരി ഇഷ്ടമാണ് എനിക്കറിയാം. പക്ഷേ ചില സമയത്ത് എനിക്ക് നിങ്ങളെ പേടിയാവുന്നുണ്ട് കേട്ടോ. എന്തിനാ എന്നെ പേടിക്കുന്നത് എൻ്റെ കിറ്റൻ? എന്നോട് ഞാൻ സ്കെയറിയാണോ? അല്ലല്ലോ, അത് അമ്മമാരെ പോലുള്ള പാസ്റ്റേഴ്സിൻ്റെ അടുത്തല്ലേ. ആയിക്കോട്ടെ, പക്ഷേ ഇത് എത്ര പേരെയാ? അപ്പോൾ പിന്നെ എനിക്ക് പേടിയാവില്ലേ? ഇനി ഒരു തവണ കൂടി ചെയ്യും. സത്യമായിട്ടും ഞാൻ വല്ലയിടത്ത് ഓടിപ്പോവും. പിന്നെ ഒരിക്കലും നിങ്ങൾ എന്നെ കാണില്ല. പൊക്കോ, നിന്നെ കൊണ്ട് എത്ര ദൂരം എൻ്റെ കയ്യിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റുന്നു എനിക്കൊന്ന് കാണണമല്ലോ. ലോകത്തിൻ്റെ ഏത് കോണിപ്പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും ബേബി ബെയർ. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് ടു ഹൈഡ് അവേ ഫ്രം ജിയോൺ ജംഗുക്ക്. എന്നിട്ടും നീ ആ പരിധികൾ ഭേദിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പോയാ പിന്നെ ഞാനുണ്ടാവില്ലത്തയാ ഈ ഭൂമിയിൽ. ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാ. അപ്പോൾ പിന്നെ നീ എന്നെ വിട്ടു പോയാ ഞാൻ പിന്നെ എന്തിനാ? അന്ന് ഈ ജീവൻ ജനക്കിനും മരണം. എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞല്ല, അതൊക്കെ കാര്യമായിട്ടെടുക്കാം. ഇത് പൊന്നല്ല, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഇല്ല ബേബി ബെയർ, ഞാൻ സത്യം പറയുന്നേ. നീ എന്നെ വിട്ടു പോയാ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ. എന്താ കുഞ്ഞെ, വല്ല സ്വപ്നവും കണ്ടോ? ഒരു വല്ലാത്ത സ്വപ്നം. ആഹാ, പകല് കണ്ട സ്വപ്നം ഫലിക്കുന്ന, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക്. ശരിക്കും ഫലിക്കോ? അങ്ങനെയാ പണ്ടത്തെ കാരണവന്മാര് പറയുന്നത്. ഇതിലെന്തോ ഒരു സത്യമുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും കുഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് താഴോട്ട് വാ. ചായ കുടിക്കണ്ടേ? എന്നിട്ട് ഒരുങ്ങാനുള്ളതാ. പരിപാടി 6 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞേക്കുന്നത്. ആ ശരി ചേച്ചി, ഞാൻ വന്നേക്കാം. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ശരിക്കും ഫലിക്കുമോ? ഞാനും അയാളും എന്തൊക്കെ നീ വിചാരിക്കുന്നത്? ഓരോന്ന് മനസ്സിലാലോചിച്ച് കിടന്നിട്ട് എനിക്ക് വയ്യ. ഗൈസ്, വി ഹാവ് ടു ബി അലോട്ട്. ആദ്യമായിട്ടാണ് ജിയോൺസ് മെൻഷന് വെച്ചൊരു പരിപാടി നടക്കുന്നത്. വരുന്ന ഒരുത്തരും പ്രസ് ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ എണ്ണത്തിനെയും 6 മണിക്ക് മുന്നേ ഒരു കാരണവശാലും കടത്തി വിടരുത്. പിന്നെ വരുന്നവരെയെല്ലാം നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ അകത്തേക്ക് കയറ്റി വിടാവൂ. മോമോ ആൻഡ് സബീന, ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. യാ ഷുവർ, വിൽ മാനേജ് ഇറ്റ്. നമ്മുടെ ആളുകൾ
മാൻഷൻ്റെ പലയിടത്തായി ഉണ്ടാകും. എല്ലാവരും അടയാളം തിരിച്ചിരിക്കണം. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഒന്നും നോക്കണ്ട, ഷൂട്ട് ദം ഡൗൺ. ഗണ്ണിൻ്റെ കൂടെ എന്തെങ്കിലും ഷാർപ്പ് ഐറ്റംസ് വേറെ വലുതും കരുതിക്കോളും. ഓൺ ദ സ്പോട്ട് ആക്ഷൻ എടുക്കേണ്ടി വന്നാൽ കുത്തി കീറിക്കോണം. എനിമീസിന് ഒരു കാരണവശാലും നമ്മളായിട്ട് ഒരവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ആൻഡ് എബവ് ഓൾ ദ മെയിൻ തിങ്, ദയ. ആ കുട്ടിയുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ കുട്ടിക്ക് അവളുടെ വില അറിയില്ലെങ്കിലും വി നോ ഹൗ മച്ച് ഷീ വർത്ത് എന്ന്. അവളെ വെച്ച് വില പേശാൻ പോയിട്ട് ഒരു പോറൽ പോലും ആ കുട്ടിക്ക് ഏൽക്കരുത്. ഏറ്റാൽ ബോസ് അടങ്ങിയിരിക്കില്ല എന്നറിയാലോ. ഐ ഹോപ്പ് എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയെന്ന്. നൗ ലെറ്റ്സ് ഗോ. ചേച്ചി ചേച്ചി ബേബി ബെയർ, ഒന്നിങ്ങോട്ട് വരൂ. നാൻസി, ആരെങ്കിലും ഒന്ന് വരൂ പ്ലീസ്. oh my God. വന്നോ? ഇപ്പൊ തൊട്ട് വിളിക്കാനാ ചേച്ചി? ഈ സെക്കൻഡ് തൊട്ടെന്ന് കഴിഞ്ഞോ ചേച്ചി? I'm sorry, Venkata. ചേച്ചി, നാൻസി. ദയ, calm down, calm down. Sorry, ഞാൻ നീ ഹെൽപ്പിന് വിളിച്ചപ്പോൾ ആരും വരാണ്ടായിപ്പോൾ വന്നതാ. സോറി, പ്ലീസ് calm down, പ്ലീസ്. നീ ഓക്കെ ആവാൻ ഞാനെന്താ ചെയ്യണ്ടേ പറ. ചേച്ചിനോട് വരാൻ പറ. ആ ഓക്കെ, ഞാൻ സാവിത്രിനെ ഇപ്പോൾ വിളിച്ചോണ്ട് വരാം. പ്ലീസ് calm down, ബേബി ബെയർ, പ്ലീസ്. സോറി, ഓക്കെ, ഞാനിപ്പോൾ വിളിച്ചോണ്ട് വരാം. സാവിത്രി, എന്തോ ടീച്ചർ, കുഞ്ഞു ഒച്ച വയ്ക്കുന്ന കേട്ടു. എന്താ പറ്റിയേ? അത് ഒന്നുമില്ല. അവളുടെ റൂമിലേക്ക് വേഗം ചെല്ലാൻ നോക്ക്. സാറിനത് എന്താ പറ്റിയേ? സിസ്റ്റർ അമ്മേ, അമ്മൂനെ കൊണ്ടുപോകാൻ വന്നല്ലോ. അമ്മൂനും ഇനി നല്ല ഉടുപ്പും മിഠായി പുസ്തകം ഒക്കെ കിട്ടൂലേ? തേമോൾ എന്താ ആട്ടുകൂടം പറഞ്ഞേക്കാതെ? തേമോൾ ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമെന്നറിയില്ലേ, പിന്നെ എങ്ങനെയാ ഞങ്ങൾ പറഞ്ഞേക്കാം? അപ്പോ ഇനി സിസ്റ്റർ അമ്മമാരെ ഇനി ഇത്രയും നോക്കിയിട്ടും എന്നെ കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നാലോ? വന്നാ അത് നിന്റെ വിധിയാണെന്ന് ഞങ്ങൾ കരുതും കുഞ്ഞെ. ഒരു പക്ഷേ നീ ആഗ്രഹിച്ചതൊക്കെ നിനക്ക് കിട്ടാൻ, നിനക്ക് ചിന്തിക്കാവുന്നതിലപ്പുറം നിന്നെ സ്നേഹിക്കാൻ, ഒരു രാജകുമാരിയെ പോലെ ജീവിക്കാൻ കർത്താവ് നിനക്ക് തന്ന ഒരു സമ്മാനം പോലെയുള്ള നിന്റെ വിധി. My baby bear. ഞാൻ അങ്ങോട്ട് പോവാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തോ പറ്റിപ്പോയി. എനിക്ക്
കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. നീ എങ്ങനെ റിയാക്ട് ചെയ്തപ്പോ എനിക്കെന്തോ പോലെ. എന്നെ വെറുക്കല്ലേ ബേബി ബെയർ. ഐ എം സോറി. എന്നെ പരീക്ഷിക്കല്ലേ കർത്താവേ. ഇന്നലെ അങ്ങനെ, ഇന്ന് ആ സ്വപ്നം, ഇപ്പോൾ ഇത്. എന്താ നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അർഹിക്കാത്തത് തന്ന് എന്നെ വെറുതെ മോഹിപ്പിക്കല്ലേ കർത്താവേ. കരയിക്കല്ലേ. ഞാൻ ഒരു പാവമല്ലേ. അയാളെന്നെ തൊടുമ്പോൾ ഞാൻ വേറെ ഏതോ ലോകത്തേക്ക് പോവാം. ആ സ്വപ്നത്തിൽ പോലും എനിക്കതറിയാൻ, അനുഭവിക്കാനും കഴിഞ്ഞു. ലോകത്തിൻ്റെ ഏത് കോണിപ്പോയി വിളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും ബേബി ബെയർ. ഈ ലോകം കീഴടക്കിയ പോലെ എനിക്ക് അറിയാം. ഇപ്പോൾ അയാൾ എന്നോട് സോറി പറഞ്ഞ് ഇവിടെ നിറങ്ങിപ്പോയപ്പോൾ പ്ലീസ് കം ഡൗൺ ബേബി ബെയർ, പ്ലീസ്. സോറി. നെഞ്ചത്ത് ഒരു വല്ലാത്ത വിങ്ങൽ. ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു തോന്നലും. ഇത് തെറ്റാണോ കർത്താവേ? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അവളുടെ സമ്മതമില്ലാതെ അവൾ തൊട്ടില്ല എന്ന് ഞാൻ മനസ്സിൽ ശപഥം ചെയ്തിരുന്നത്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ബേബി ബെയർ ഇപ്പോൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നുണ്ടാവും? അയാൾ എന്ത് വിചാരിക്കുന്നുണ്ടാവും?